നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ അപകടത്തിൽ 18 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റു. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയ്ക്ക് പോകാൻ ആളുകൾ കൂട്ടത്തോടെ എത്തിയതാണ് അപകട കാരണം. അപകടത്തിൽ റെയിൽവേ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടി ലഫ്റ്റനന്റ് ഗവർണർ. സാധാരണ പാസ്പോർട്ടുകൾ കൈവശമുള്ള ഇന്ത്യൻ പൗരന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും വിസ ഇളവ് പദ്ധതി വിപുലീകരിച്ച് UAE. സിംഗപ്പൂർ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ എന്നിവിടങ്ങളിൽ നിന്നുള്ള സാധുവായ റെസിഡൻസി പെർമിറ്റുകൾ ഉള്ള ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്കും പ്രയോജനം ലഭിക്കും. ലോകമെമ്പാടുമുള്ള ഇസ്ലാം വിശ്വാസികൾ റമദാൻ വ്രതം മാർച്ച് 1 ശനിയാഴ്ച ആരംഭിക്കുമെന്ന് UAEയുടെ അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര കേന്ദ്രം. ആഫ്രിക്കയിലെ മുൻനിര സ്വർണ്ണ ഉൽപാദക രാജ്യമായ പടിഞ്ഞാറൻ മാലിയിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ഒരു സ്വർണ്ണക്കനി തകർന്ന് 48 പേർ മരിച്ചതായി റിപ്പോർട്ട്. ഉക്രൈൻ സമാധാന പ്രക്രിയയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങളിൽ യൂറോപ്പിന് ആശങ്ക. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ നേതാക്കളുടെ അടിയന്തര യോഗം വിളിക്കാൻ തീരുമാനമെടുത്ത ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ. അമേരിക്കയിൽ സർക്കാർ മേഖലയിൽ കൂട്ടപ്പിരിച്ചുവിടലെന്ന റിപ്പോർട്ട്. 2 ലക്ഷത്തോളം ആളുകളെ പുറത്താക്കൽ നടപടി ലക്ഷ്യം വയ്ക്കുന്നു. സത്യപ്രതിജ്ഞ ചെയ്യാത്ത 13 ജഡ്ജിമാരെയും 5 അസിസ്റ്റന്റ് ചീഫ് ഇമിഗ്രേഷൻ ജഡ്ജിമാരെയും നോട്ടീസ് ഇല്ലാതെ പിരിച്ചുവിട്ടു. ട്രംപിന്റെ താരിഫ് ഭീഷണി നേരിടാൻ UK സ്റ്റീൽ വ്യവസായങ്ങളിൽ 2.5 ബില്യൺ പൗണ്ട് നിക്ഷേപിക്കാനുള്ള പദ്ധതികളുമായി കെയർ സ്റ്റാർമർ സർക്കാർ. സർക്കാരിന്റെ നികുതി വർധനവ്, ട്യൂഷൻ ഫീസ് വർധനവ് എന്നിവ കാരണം ഇംഗ്ലണ്ടിലെ ചില സർവകലാശാലകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. പാലസ്തീൻ ജനത നാടുകടത്തപ്പെടരുതെന്നും അവർക്ക് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണമെന്നും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിൻ. രാജ്യത്തെ കുറഞ്ഞ വിവാഹപ്രായം 18 വയസ്സാക്കി ഉയർത്തി കുവൈറ്റ് ഭരണകൂടം. ലവ് ജിഹാദ് തടയാനുള്ള നിയമനിർമ്മാണത്തിന് 7 അംഗ സമിതിക്ക് രൂപം നൽകി മഹാരാഷ്ട്ര. കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം വളരുകയാണെന്ന് ശശി തരൂർ പറയുന്നതിൽ തെറ്റില്ലെന്ന് കോൺഗ്രസ് നേതാവ് മുൻ MLA-മായ KS ശബരിനാഥൻ. തിരുവനന്തപുരം കോവളത്ത് US വിനോദസഞ്ചാരി ബ്രിജിത്ത് ഷാർലറ്റ് തിരയിൽപ്പെട്ട് മരിച്ചു. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ അപകടത്തിൽ 18 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റു. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയ്ക്ക് പോകാൻ ആളുകൾ കൂട്ടത്തോടെ എത്തിയതാണ് അപകടത്തിന് കാരണം. മരിച്ചവരിൽ 9 സ്ത്രീകളും 5 കുട്ടികളും 4 പുരുഷന്മാരും ഉൾപ്പെടുന്നു. ഇന്നലെ രാത്രി 10 മണിയോടെ പ്ലാറ്റ്ഫോം നമ്പർ 13, 14, 15-ലാണ് വൻ തിരക്ക് അനുഭവപ്പെട്ടത്. അപകടത്തിൽ റെയിൽവേ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. ചീഫ് സെക്രട്ടറിയോട് ലഫ്റ്റനന്റ് ഗവർണർ റിപ്പോർട്ട് തേടി. പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും അനുശോചിച്ചു. 15 മൃതദേഹങ്ങൾ LNJP ആശുപത്രിയിലും 3 മൃതദേഹങ്ങൾ ലേഡി ഹാർഡിക് ആശുപത്രിയിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കുംഭമേളയ്ക്ക് പ്രയാഗ്രാജിലേക്ക് പോകാനെത്തിയ യാത്രക്കാരുടെ അനിയന്ത്രിതമായ തിരക്കാണ് അപകടത്തിലേക്ക് നയിച്ചത്. അപകടത്തിൽ മരിച്ചവരെല്ലാം കുംഭമേളയ്ക്ക് പോകാനായി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയവരാണ്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അറിയിച്ചു. പ്ലാറ്റ്ഫോം നമ്പർ 14-ൽ പ്രയാഗ്രാജ് എക്സ്പ്രസ് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. നിരവധി ആളുകൾ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നു. സ്വതന്ത്ര സേനാനി എക്സ്പ്രസും ഭുവനേന്ദ്ര രാജധാനിയും വൈകുകയും ചെയ്തു. ഈ ട്രെയിനിൽ പോകാനുള്ള ആളുകളും 12, 13, 14 പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടായിരുന്നു. 1500ഓളം ജനറൽ ടിക്കറ്റുകളാണ് വിറ്റത്. ഇതാണ് തിരക്ക് നിയന്ത്രണാതീതമാക്കിയത് എന്ന് റെയിൽവേ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് KPS മൽഹോത്ര പറഞ്ഞു. സാധാരണ പാസ്പോർട്ടുകൾ കൈവശമുള്ള ഇന്ത്യൻ പൗരന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും വിസ ഇളവ് പദ്ധതി വിപുലീകരിച്ച് UAE. ഈ വർഷം ഫെബ്രുവരി 13 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയന്ത്രണങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് മുൻപ് ഉണ്ടായിരുന്നതിന് പുറമെ 6 അധിക രാജ്യങ്ങളിൽ നിന്നുള്ള സാധുവായ വിസകൾ, റെസിഡൻസി പെർമിറ്റുകൾ അല്ലെങ്കിൽ ഗ്രീൻ കാർഡുകൾ ഉപയോഗിച്ച് UAEയിൽ പ്രവേശിക്കാൻ അനുവദിക്കും. യുണൈറ്റഡ് സ്റ്റേറ്റ്, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, യുണൈറ്റഡ് കിങ്ഡം എന്നിവ ഉൾപ്പെടുന്ന മുൻപട്ടിക വിപുലീകരിക്കും. സിംഗപ്പൂർ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ എന്നിവിടങ്ങളിൽ നിന്നുള്ള സാധുവായ റെസിഡൻസി പെർമിറ്റുകളുള്ള ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്കും ഇപ്പോൾ ഈ സംരംഭത്തിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ്, പോർട്ട് സെക്യൂരിറ്റി പ്രഖ്യാപിച്ചു. ലോകമെമ്പാടുമുള്ള ഇസ്ലാം വിശ്വാസികൾ റമദാൻ വ്രതം മാർച്ച് 1 ശനിയാഴ്ച ആരംഭിക്കുമെന്ന് UAEയുടെ അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര കേന്ദ്രം സൂചന നൽകി. റമദാനിലെ ചന്ദ്രക്കല തലേ ദിവസം രാത്രി ആകാശത്ത് എളുപ്പത്തിൽ ദൃശ്യമാകുമെന്ന് ജ്യോതിശാസ്ത്ര കേന്ദ്രം പ്രവചിക്കുന്നു. ആ ദിവസം ചില ഭാഗങ്ങളിൽ ടെലിസ്കോപ്പിലൂടെ ചന്ദ്രക്കല ദൃശ്യമായേക്കാം. കൂടാതെ അമേരിക്കയുടെ ചില ഭാഗങ്ങളിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് അത് ദൃശ്യമാകുമെന്നും കേന്ദ്രത്തിന്റെ ഡയറക്ടർ മുഹമ്മദ് ഷൗക്കത്ത് ഓടെ പറഞ്ഞു. എല്ലാ ഇസ്ലാമിക് രാജ്യങ്ങളിലും മാർച്ച് 1-ന് വിശുദ്ധ
വ്രതമാസം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ആഫ്രിക്കയിലെ മുൻനിര സ്വർണ്ണ ഉൽപ്പാദക രാജ്യമായ പടിഞ്ഞാറൻ മാലിയിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ഒരു സ്വർണ്ണക്കനി തകർന്ന് 48 പേർ മരിച്ചതായി റിപ്പോർട്ട്. ശനിയാഴ്ച വൈകുന്നേരമുണ്ടായ തകർച്ചയെ തുടർന്ന് 48 പേർ കുഴികളിലും വെള്ളത്തിലും വീണു മരിച്ചതായി പോലീസ് വൃത്തങ്ങളും കെനീബ സ്വർണ്ണക്കനി തൊഴിലാളികളുടെ അസോസിയേഷനും സ്ഥിരീകരിച്ചു. ശനിയാഴ്ചത്തെ അപകടം നടന്നത് ഒരു ചൈനീസ് കമ്പനി നടത്തിയിരുന്ന ഉപേക്ഷിക്കപ്പെട്ട ഖനി സ്ഥലത്താണെന്ന് വൃത്തങ്ങൾ പറഞ്ഞു. ഒരു വർഷം മുമ്പ് മണ്ണിടിച്ചിലുണ്ടായ അതേ മേഖലയിലെ മറ്റൊരു സ്വർണ്ണ ഖനന സ്ഥലത്ത് ഒരു തുരങ്കം തകർന്ന് 70-ലധികം പേർ മരിച്ചിരുന്നു. ഉക്രൈൻ പിടിച്ചെടുക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഉൾപ്പെട്ട ലോക നേതാക്കളുടെ അടിയന്തര യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു. തിങ്കളാഴ്ചയാണ് അടിയന്തര യോഗം. മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ സംസാരിച്ച പോളണ്ടിന്റെ വിദേശകാര്യമന്ത്രി രാഡോസ്ലാവ് സിക്കോർസ്കി ട്രംപ് ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അതുപോലെ ട്രംപിന്റെ നീക്കങ്ങൾക്കുമേൽ എല്ലാ ലോക നേതാക്കളും പ്രതികരിക്കണമെന്ന് പോളിഷ് മന്ത്രിയും പറഞ്ഞു. തിങ്കളാഴ്ച നടക്കുന്ന യോഗത്തിൽ സമാധാന ചർച്ചകളിൽ നിന്ന് യൂറോപ്യൻ നേതാക്കളെ ഒഴിവാക്കാനുള്ള US ശ്രമങ്ങൾ, ഉക്രൈനിന്റെ നാറ്റോയിലെ അംഗത്വത്തെക്കുറിച്ച് യൂറോപ്പ് സ്വീകരിക്കുന്ന നിലപാട്, ഉക്രൈനിന് എങ്ങനെ സുരക്ഷാ ഗ്യാരണ്ടി നൽകാം എന്നിവ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അമേരിക്കയിൽ സർക്കാർ മേഖലയിൽ പിരിച്ചുവിടലെന്ന റിപ്പോർട്ട്. സർക്കാർ മേഖലയിൽ ജോലി ചെയ്തിരുന്ന 10,000 ആളുകളെ ജോലിയിൽ നിന്ന് പുറത്താക്കിയുള്ള ഉത്തരവ് ട്രംപ് പുറപ്പെടുവിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രൊഫഷണറി ജീവനക്കാരാണ് പിരിച്ചുവിട്ടിരിക്കുന്നതിൽ ഏറെയും. പിരിച്ചുവിടലിന്റെ ആദ്യഘട്ടം മാത്രമാണിത്. 2 ലക്ഷത്തോളം ആളുകളെയാണ് പുറത്താക്കൽ നടപടി ലക്ഷ്യം വെക്കുന്നത്. വെള്ളിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാത്ത 13 ജഡ്ജിമാരെയും 5 അസിസ്റ്റന്റ് ചീഫ് ഇമിഗ്രേഷൻ ജഡ്ജിമാരെയും നോട്ടീസ് ഇല്ലാതെ പിരിച്ചുവിട്ടതായി ഫെഡറൽ തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ എഞ്ചിനീയേഴ്സിന്റെ പ്രസിഡന്റ് മാത്യു ബിഗ്സ് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച സമാനമായ സാഹചര്യത്തിൽ മറ്റ് 2 ജഡ്ജിമാരെയും പുറത്താക്കിയിരുന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ ഫെഡറൽ ചെലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമായി വ്യാഴാഴ്ച പിരിച്ചുവിട്ട ആണവായുധ പ്ലാന്റുകളിലെ പ്രൊഫഷണറി ജീവനക്കാരെ തിരിച്ചെടുക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ച് നാഷണൽ ന്യൂക്ലിയർ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷനിലെ ഉദ്യോഗസ്ഥർ. ഇപ്പോൾ അവരെ തിരികെ ജോലിക്ക് ആവശ്യമുണ്ട് എന്ന കാരണത്താലാണ് ഇവരെ ഇമെയിൽ വഴിയും മറ്റ് ബന്ധപ്പെടാൻ അഡ്മിനിസ്ട്രേഷൻ അധികൃതർ ശ്രമിക്കുന്നത്. ചില പ്രൊഫഷണറി ജീവനക്കാരുടെ പിരിച്ചുവിടൽ കത്തുകൾ റദ്ദാക്കുകയാണ് NNSA. പക്ഷേ ആ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടാൻ മാർഗമില്ല എന്നാണ് ഏജൻസിയുടെ പ്രതികരണം. UK സ്റ്റീൽ വ്യവസായത്തിൽ 2.5 ബില്യൺ പൗണ്ട് നിക്ഷേപിക്കാനുള്ള പദ്ധതികളുമായി കെയർ സ്റ്റാർമർ സർക്കാർ. ഡൊണാൾഡ് ട്രംപ് US-ൽ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ സ്റ്റീൽ, അലുമിനിയം ഉൽപ്പന്നങ്ങൾക്കും 25% തീരുവ പ്രഖ്യാപിച്ചതിനു ശേഷമാണ് ഈ തീരുമാനം. ബിസിനസ് സെക്രട്ടറി ജൊനാഥൻ റെയ്നോൾഡ്സ് ഞായറാഴ്ച പ്ലാൻ ഫോർ സ്റ്റീൽ എന്ന പേരിൽ പ്രഖ്യാപനം നടത്തും. ഇത് സാമ്പത്തിക വളർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്ന UK സർക്കാരിൽ ട്രംപിന്റെ താരിഫുകൾ എങ്ങനെ ആഘാത തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതിന്റെ സൂചനയായിരിക്കും. ട്രംപ് അധികാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ UK സ്റ്റീൽ വ്യവസായത്തെ ശക്തിപ്പെടുത്താനും വികസിപ്പിക്കാനും സർക്കാർ ദൃഢനിശ്ചയം ചെയ്തിരുന്നെന്നും, എന്നാൽ US പ്രസിഡന്റിന്റെ നടപടികൾ കൂടുതൽ അടിയന്തരമായി പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടാക്കിയെന്നും റെയ്നോൾഡ്സ് പറഞ്ഞു. സർക്കാരിന്റെ നികുതി വർധനവ്, ട്യൂഷൻ ഫീസ് വർധനവ് എന്നിവ കാരണം ഇംഗ്ലണ്ടിലെ ചില സർവകലാശാലകളുടെ നിലനിൽപ്പിന് ഭീഷണിയാക്കുന്ന തരത്തിൽ വിസയ്ക്ക് അപേക്ഷിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകി. ഈ വർഷം UK വിദ്യാർത്ഥികളുടെ ഫീസ് 9,535 പൗണ്ടായി വർദ്ധിപ്പിക്കാൻ മന്ത്രിമാർ തീരുമാനിച്ചെങ്കിലും 8 വർഷത്തിനിടയിലെ ആദ്യത്തെ വർധനവ് കാരണം സർവകലാശാലാ മേഖലയിലെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ മോശമായി തുടരുകയാണെന്നും കൂടുതൽ കോഴ്സ് അടച്ചുപൂട്ടലിലും പിരിച്ചുവിടലിലും വ്യാപകമായി പരിഗണിക്കപ്പെടുന്നുണ്ടെന്നും ഉള്ള സൂചനകൾ നൽകുന്നു. തൊഴിലുടമകളുടെ ദേശീയ ഇൻഷുറൻസ് സംഭാവനയിലെ വർധനവ് പല സ്ഥാപനങ്ങളുടെയും നിലനിൽപ്പ് കൂടുതൽ മോശമാക്കി. ചില സർവകലാശാലകൾ ഫീസ് വർധനവ് നിലവിലുള്ള വിദ്യാർത്ഥികൾക്ക് ബാധകമാക്കാൻ കഴിയില്ലെന്നും പുതുതായി വരുന്നതിൽ നിന്ന് മാത്രമേ ഉയർന്ന ഈടാക്കാനാകൂ എന്ന അവസ്ഥയിലാണ്. കുവൈത്തിലെ പ്രവാസികൾക്ക് വീടുകളുടെ വിലാസം അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള പ്രക്രിയയുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം വർദ്ധിക്കുന്നു. 2024 ജൂലൈയിൽ പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ റെസിഡൻഷ്യൽ ഏരിയകളിൽ താമസിക്കുന്നവരല്ലാത്തവർ ഉപയോഗിക്കുന്ന വ്യാജവിലാസങ്ങൾ കണ്ടെത്തുകയും ഇല്ലാതാക്കുകയും ചെയ്തിരുന്നു. ഇതോടെ താമസ സ്ഥലം മാറ്റുന്ന പലർക്കും 130 കുവൈറ്റി ദിനാർ വരെ ഈടാക്കുന്ന ഇടനിലക്കാരുടെ സഹായം തേടേണ്ട അവസ്ഥയുണ്ടായി. റെസിഡൻസി നിയമം ലംഘിക്കുന്നവർക്കെതിരെ പോലീസ് കടുത്ത നടപടികൾ കൈക്കൊണ്ടതോടെ ഖാസി അതോറിറ്റി ഓരോ വ്യക്തിക്കും സ്വന്തം വിലാസം സജീവമായി അപ്ഡേറ്റ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. താമസം മാറ്റിയ ശേഷം 30 ദിവസത്തിനുള്ളിൽ വിലാസം പുതുക്കാൻ പരാജയപ്പെടുന്നവരിൽ നിന്ന് 100 കുവൈറ്റി ദിനാർ പിഴ ഈടാക്കും. തന്റെ കുഞ്ഞിന്റെ അച്ഛൻ ടെസ്ല CEO ഇലോൺ മസ്ക് ആണെന്ന് വെളിപ്പെടുത്തി അമേരിക്കൻ എഴുത്തുകാരി ആഷ്ലി സെൻക്ലെയർ. എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ആഷ്ലി ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 5 മാസം മുമ്പാണ് തങ്ങൾക്ക് കുഞ്ഞ് ജനിച്ചതെന്നും കുഞ്ഞിന്റെ സ്വകാര്യത മാനിക്കണമെന്നും ആഷ്ലി പറഞ്ഞു. ഇലോൺ മസ്ക് ആണ് കുഞ്ഞിന്റെ പിതാവ്. തങ്ങളുടെ കുട്ടിയുടെ സ്വകാര്യതയും സുരക്ഷയും സംരക്ഷിക്കുന്നതിനായി
ഞാനിത് വെളിപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ ടാബ്ലോയിഡ് മാധ്യമങ്ങൾ അത് പരസ്യമാക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് മനസ്സിലായെന്നും അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാതെയാണ് അവർ ഇതിന് ശ്രമിക്കുന്നതെന്നും ആഷ്ലി പറഞ്ഞു. പാലസ്തീൻ ജനത നാടുകടത്തപ്പെടരുതെന്നും അവർക്ക് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണമെന്നും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിൻ. ലാറ്ററൻ ഉടമ്പടി പ്രകാരം ഇറ്റലിയിൽ നിന്ന് വത്തിക്കാൻ സ്വതന്ത്രമായി ഒരു പരമാധികാര നഗര രാഷ്ട്രമായി തീർന്നതിന്റെ 96ാം വാർഷികത്തോടനുബന്ധിച്ച ഫെബ്രുവരി 13 വ്യാഴാഴ്ച നടന്ന സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഇറ്റലിയുടെ പ്രസിഡന്റ് സെർജിയോ മത്തേരെല്ല ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ലോകത്തിലെ ആദ്യത്തെ സ്വവർഗാനുരാഗി ഇമാം എന്നറിയപ്പെടുന്ന മുഹ്സിൻ ഹെൻഡ്രിക്സ് ദക്ഷിണാഫ്രിക്കൻ തെക്കൻ നഗരമായ കെബർഹെക്കയിൽ വെടിയേറ്റ് മരിച്ചു. ദക്ഷിണാഫ്രിക്കൻ പോലീസാണ് വിവരം അറിയിച്ചത്. ശനിയാഴ്ച കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഇയാളെ മറ്റൊരു വാഹനത്തിൽ വന്ന 2 പേർ ചേർന്ന് വെടിവെക്കുകയായിരുന്നു. അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ദക്ഷിണാഫ്രിക്കൻ പോലീസ് അറിയിച്ചു. രാജ്യത്തെ കുറഞ്ഞ വിവാഹപ്രായം 18 വയസ്സാക്കി ഉയർത്തി കുവൈറ്റ് ഭരണകൂടം. നീതിന്യായ മന്ത്രാലയമാണ് രാജ്യത്തെ യുവതീ-യുവാക്കൾ വിവാഹിതരാക്കാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാക്കി ഉയർത്തി ഉത്തരവ് ഇറക്കിയത്. കുടുംബസ്ഥിരത ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഭേദഗതിയാണ് പ്രായം 18ആയി ഉയർത്തിയതെന്ന് മന്ത്രി നാസാർ അൽ സുമൈദ് വ്യക്തമാക്കി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ജീവിതത്തിലെ ടെൻഷനുകൾ, തിരക്കുകൾ, ബഹളങ്ങൾ ഇവയിൽ നിന്നും അല്പസമയത്തേക്കെങ്കിലും നിങ്ങൾക്കൊരു ഇടവേള വേണ്ടേ? യൂറോപ്പിൽ നിന്നും അനുയോജ്യമായൊരു ഹോളിഡേ യാത്രയ്ക്കായി നിങ്ങൾ ഇടം തിരയുകയാണോ? ഇതാ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങളുടെ അവധി ദിനങ്ങൾ ചിട്ടപ്പെടുത്തിയൊരുക്കാൻ, ഉല്ലാസമാക്കാൻ ഞങ്ങളുണ്ട്. ആനന്ദ് ട്രാവൽ ക്രൂയിസ് ഹോളിഡേയ്സ്. 7 ഭൂഖണ്ഡങ്ങളിലായി 360ലധികം ലക്ഷ്യസ്ഥാനങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. യൂറോപ്പിൽ നിന്നും കരീബിയ, ഹവായ്, ജപ്പാൻ അങ്ങനെ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള നിരവധി ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള എക്സ്ക്ലൂസീവ് ആഡംബര യാത്രാ ഡീലുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. നിങ്ങളുടെ ഡ്രീം ക്രൂയിസ് യാത്രയ്ക്കായി ഇപ്പോൾ ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ആനന്ദ് ട്രാവൽസിനൊപ്പം വിളിക്കുക 02085484897 എന്ന നമ്പറിലേക്ക്. വാർത്തകൾ തുടരുന്നു. നാഷണൽ ഹൈലൈറ്റ്സ്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. റെയിൽവേയുടെ പരാജയം ഒരിക്കൽ കൂടി തെളിഞ്ഞുവെന്ന് അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. അപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും എണ്ണം കേന്ദ്ര സർക്കാർ മറച്ചുവെക്കുന്നുവെന്നും എത്രയും പെട്ടെന്ന് തന്നെ വിവരങ്ങൾ പുറത്തുവിടണമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. ലവ് ജിഹാദ് തടയാനുള്ള നിയമനിർമ്മാണത്തിന് 7-അംഗ സമിതിക്ക് രൂപം നൽകി മഹാരാഷ്ട്ര. DGP സഞ്ജയ് വർമ്മയാണ് സമിതിയുടെ തലവൻ. വനിതാ ശിശുക്ഷേമ വകുപ്പ്, ന്യൂനപക്ഷകാര്യ നിയമനീതിന്യായ വകുപ്പ്, സാമൂഹ്യനീതി വകുപ്പ്, ആഭ്യന്തരം തുടങ്ങിയ വകുപ്പുകളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ. മുസ്ലിം യുവാക്കൾ ഹിന്ദു യുവതികളെ വശീകരിച്ച് മതപരിവർത്തനം ചെയ്യുന്നുവെന്നാരോപിച്ചാണ് BJP നേതൃത്വം നൽകുന്ന മഹാരാഷ്ട്ര സർക്കാർ നിയമനിർമ്മാണത്തിനൊരുങ്ങുന്നത്. അതേസമയം പ്രണയിക്കുന്നതും വിവാഹം കഴിക്കുന്നതും വ്യക്തി തീരുമാനമാണെന്ന് NCP നേതാവ് സുപ്രിയ സുലെ പ്രതികരിച്ചു. 3 AAP കൗൺസിലർമാർ കൂറുമാറിയതോടെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP. ഇതോടെ രാജ്യതലസ്ഥാനത്ത് ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ എന്ന BJP നീക്കത്തിന് കരുത്തേറി. തലസ്ഥാനത്ത് ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ ഭരണമുണ്ടാകുമെന്ന് ഡൽഹി BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ പറഞ്ഞു. കൂടുതൽ പേർ AAP വിട്ടെത്തുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. കൂറുമാറി 3 പേർ കൂടി എത്തിയതോടെ 250 അംഗ കോർപ്പറേഷനിൽ BJPയുടെ അംഗബലം 116ആയി ഉയർന്നു. AAPക്ക് 114ഉം കോൺഗ്രസിന് 8 സീറ്റുകളാണുള്ളത്. ഇനി കേരള ഹൈലൈറ്റ്സ്. കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം വളരുകയാണെന്ന് ശശി തരൂർ പറയുന്നതിൽ തെറ്റില്ലെന്ന് കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ KS ശബരിനാഥൻ. എന്നാൽ സർക്കാർ പുറത്തുവിട്ട മാനദണ്ഡത്തിന് അപ്പുറമുള്ള കണക്കുകൾ കൂടി ശശി തരൂരിന് പരാമർശിക്കാമായിരുന്നു. കേരളത്തിന്റെ വളർച്ചയ്ക്കായി ഒരുമിച്ച് നിൽക്കണമെന്നും എന്നാൽ റോമ നഗരം ഒരു ദിവസം കൊണ്ട് വളർന്നതല്ലെന്ന് കൂടി ഓർക്കണമെന്നും ശബരിനാഥൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. KC വേണുഗോപാൽ മുതൽ താഴേക്ക് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വരെ തരൂരിനെ തള്ളിപ്പറയുമ്പോഴാണ് ശബരിനാഥിന്റെ പോസ്റ്റ്. തിരുവനന്തപുരം കോവളത്ത് US വനിത തിരയിൽപ്പെട്ട് മരിച്ചു. കോവളത്തിന് സമീപമുള്ള പുളിങ്കുടി ബീച്ചിലാണ് സംഭവം. ബ്രിജിത്ത് ഷാർലറ്റ് ആണ് മരിച്ചത്. ഇവരെ രക്ഷിക്കാനിറങ്ങിയ വിദേശ പൗരനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബെത്സെയ്ദ ഹെർമിറ്റേജ് റിസോർട്ടിലാണ് അപകടം. ശനി ഉച്ചയ്ക്ക് 12ഓടെയാണ് അപകടം. ഷാർലറ്റിനെ വിഴിഞ്ഞം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഷാർലറ്റിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ഗുരുതരാവസ്ഥയിലായ വിദേശ പൗരനെ സ്വകാര്യ ആശുപത്രിയിലെ ICUവിലേക്ക് മാറ്റി. 5-ാം തീയതി മുതൽ ആഴിമലയിലെ സ്വകാര്യ റിസോർട്ടിൽ താമസിച്ചു വരികയായിരുന്നു യുവതി. അതിവേഗം വളരുന്ന സ്ഥാപനങ്ങൾക്കുള്ള
ഡെലോയിറ്റ് ടെക്നോളജി ഫാസ്റ്റ് 50 ഇന്ത്യ 2024 പട്ടികയിൽ ടെക്നോ പാർക്ക് ആസ്ഥാനമായ റിഫ്ലക്ഷൻസ് ഇൻഫോസിസ്റ്റംസ് ഇടം നേടുന്നത് തുടർച്ചയായി മൂന്നാം തവണ. സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിൽ സാങ്കേതിക വിദ്യയുടെ പങ്ക് ചൂണ്ടിക്കാട്ടുന്ന ഷെക്സോ ഇൻ ടെക് വിഭാഗത്തിലും റിഫ്ലക്ഷൻ ഇൻഫോസിസ്റ്റംസ് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. IT മേഖലയിലെ നവീകരണം, പങ്കാളിത്തം, ഉപഭോക്തൃ വിശ്വാസം എന്നിവയിലെ മികവ് അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ഡെലോയിറ്റ് ടെക്നോളജി ഫാസ്റ്റ് 50 ഇന്ത്യ 2024 പട്ടികയിൽ മൂന്നാം തവണയും ഇടം നേടിയ റിഫ്ലക്ഷൻ ഇൻഫോസിസ്റ്റം ടെക്നോപാർക്കിലെ ആഗോള IT റെസല്യൂഷൻ സേവനദാതാവാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ കമ്പനിയുടെ 336% വളർച്ചയ്ക്ക് കാരണം ജീവനക്കാരുടെ സാങ്കേതിക വൈദഗ്ധ്യവും നൂതന മനോഭാവവുമാണെന്ന് റിഫ്ലക്ഷൻസ് ഇൻഫോസിസ്റ്റത്തിന്റെ CEO ദീപ സരോജമ്മാൾ പറഞ്ഞു. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 109.11 ഇന്ത്യൻ രൂപ, ഒരു $86 86.67 രൂപ, ഒരു യൂറോ 90.89 രൂപ, ഒരു പൗണ്ട് 1.26 $. ഇനി സ്പോർട്സ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ തറപറ്റിച്ച് മോഹൻ ബഗാൻ. ബോൾ കൈയടക്കത്തിൽ മേധാവിത്വം പുലർത്തിയെങ്കിലും അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ ബ്ലാസ്റ്റേഴ്സിനായില്ല. ആദ്യ പകുതിയിൽ 28-ാം മിനിറ്റിലും ആദ്യ പകുതിയുടെ അവസാന നിമിഷത്തിലും മക്ലറൻ ബഗാന് വേണ്ടി കേരളത്തിന്റെ വല കുലുക്കി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി വീണ്ടും വിജയവഴിയിൽ. വെറും 14 മിനിറ്റിനിടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ നില ജേഴ്സിയിൽ ഹാട്രിക് കുറിച്ച ഈജിപ്ഷ്യൻ താരം ഒമർ മർമോഷിന്റെ പ്രകടനമാണ് സിറ്റിക്ക് തകർപ്പൻ വിജയം സമ്മാനിച്ചത്. അവസാനം 10 മിനിറ്റിൽ ഇരട്ട ഗോൾ നേടിയ മൈക്കൽ മെറീനോയുടെ മികവിൽ ലെസ്റ്റർ സിറ്റിയെ തകർത്ത ആർസണൽ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്ത് തുടരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ അപകടത്തിൽ 18 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റു. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയ്ക്ക് പോകാൻ ആളുകൾ കൂട്ടത്തോടെ എത്തിയതാണ് അപകട കാരണം. അപകടത്തിൽ റെയിൽവേ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടി ലഫ്റ്റനന്റ് ഗവർണർ. സാധാരണ പാസ്പോർട്ടുകൾ കൈവശമുള്ള ഇന്ത്യൻ പൗരന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും വിസ ഇളവ് പദ്ധതി വിപുലീകരിച്ച് UAE. സിംഗപ്പൂർ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ എന്നിവിടങ്ങളിൽ നിന്നുള്ള സാധുവായ റെസിഡൻസി പെർമിറ്റുകൾ ഉള്ള ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്കും പ്രയോജനം ലഭിക്കും. ലോകമെമ്പാടുമുള്ള ഇസ്ലാം വിശ്വാസികൾ റമദാൻ വ്രതം മാർച്ച് 1 ശനിയാഴ്ച ആരംഭിക്കുമെന്ന് UAEയുടെ അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര കേന്ദ്രം. ആഫ്രിക്കയിലെ മുൻനിര സ്വർണ്ണ ഉൽപാദക രാജ്യമായ പടിഞ്ഞാറൻ മാലിയിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ഒരു സ്വർണ്ണക്കനി തകർന്ന് 48 പേർ മരിച്ചതായി റിപ്പോർട്ട്. ഉക്രൈൻ സമാധാന പ്രക്രിയയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങളിൽ യൂറോപ്പിന് ആശങ്ക. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ നേതാക്കളുടെ അടിയന്തര യോഗം വിളിക്കാൻ തീരുമാനമെടുത്ത ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ. അമേരിക്കയിൽ സർക്കാർ മേഖലയിൽ കൂട്ടപ്പിരിച്ചുവിടലെന്ന റിപ്പോർട്ട്. 2 ലക്ഷത്തോളം ആളുകളെ പുറത്താക്കൽ നടപടി ലക്ഷ്യം വയ്ക്കുന്നു. സത്യപ്രതിജ്ഞ ചെയ്യാത്ത 13 ജഡ്ജിമാരെയും 5 അസിസ്റ്റന്റ് ചീഫ് ഇമിഗ്രേഷൻ ജഡ്ജിമാരെയും നോട്ടീസ് ഇല്ലാതെ പിരിച്ചുവിട്ടു. ട്രംപിന്റെ താരിഫ് ഭീഷണി നേരിടാൻ UK സ്റ്റീൽ വ്യവസായങ്ങളിൽ 2.5 ബില്യൺ പൗണ്ട് നിക്ഷേപിക്കാനുള്ള പദ്ധതികളുമായി കെയർ സ്റ്റാർമർ സർക്കാർ. സർക്കാരിന്റെ നികുതി വർധനവ്, ട്യൂഷൻ ഫീസ് വർധനവ് എന്നിവ കാരണം ഇംഗ്ലണ്ടിലെ ചില സർവകലാശാലകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. പാലസ്തീൻ ജനത നാടുകടത്തപ്പെടരുതെന്നും അവർക്ക് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണമെന്നും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിൻ. രാജ്യത്തെ കുറഞ്ഞ വിവാഹപ്രായം 18 വയസ്സാക്കി ഉയർത്തി കുവൈറ്റ് ഭരണകൂടം. ലവ് ജിഹാദ് തടയാനുള്ള നിയമനിർമ്മാണത്തിന് 7 അംഗ സമിതിക്ക് രൂപം നൽകി മഹാരാഷ്ട്ര. കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം വളരുകയാണെന്ന് ശശി തരൂർ പറയുന്നതിൽ തെറ്റില്ലെന്ന് കോൺഗ്രസ് നേതാവ് മുൻ MLA-മായ KS ശബരിനാഥൻ. തിരുവനന്തപുരം കോവളത്ത് US വിനോദസഞ്ചാരി ബ്രിജിത്ത് ഷാർലറ്റ് തിരയിൽപ്പെട്ട് മരിച്ചു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.